ഹ്യൂമാനിസം എന്ന പാഠത്തിൻ്റെ അടുത്ത ഭാഗം നോക്കാം. പേജ് നമ്പർ 18. റിനൈസൻസ് ലിറ്ററേച്ചർ, നവോത്ഥാന സാഹിത്യം. ഷേക്സ്പിയറുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി സ്റ്റാർസ് ടു ഹോൾഡ് അവർ ഡെസ്റ്റിനി ബട്ട് ഇൻ അവർ സെൽവ്സ്. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഇത് പറഞ്ഞിരിക്കുന്ന ആരാണ്? ദി എബോവ് കോട്ട് ഈസ് ഫ്രം വില്യം ഷേക്സ്പിയേഴ്സ് റീനൗൺഡ് പ്ലേ ജൂലിയസ് സീസർ. Examine the influence of humanism as reflected in these lines by Shakespeare. ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ ഒരു വരികളാണിത്. നവോത്ഥാനം സ്വാധീനിച്ച സാഹിത്യകാരരിൽ ഒരാളായ ഷേക്സ്പിയറുടെ ഈ വരികളിൽ മാനവികതയുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിക്കാം. അതായത് ചില മതവിഭാഗങ്ങൾ പറയുന്നു ഓരോ നക്ഷത്രം അനുസരിച്ചാണ് ഓരോ ജീവിതവും, ഓരോ മനുഷ്യൻ്റെ ജീവിതവും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നതെന്ന്, എല്ലാം വിധിയാണെന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? വിധിയൊന്നുമല്ല, നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്ക് അല്ല, നമുക്ക് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. Renaissance writers gave importance to individual liberty and secular values. The basic characteristic of Renaissance literature was its breaking away from the scholasticism of the Middle Ages. Although influenced by ancient Greco-Roman culture, most Renaissance writers chose to produce their works in regional languages. Prose literature gained prominence during this period. ഈ റിനൈസൻസ് കാലത്ത്, അതായത് നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകിയിരുന്നത്. മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കോളാസ്റ്റിസിസത്തിൽ നിന്നുള്ള മോചനമായിരുന്നു ഈ നവോത്ഥാന സാഹിത്യത്തിൻ്റെ അടിസ്ഥാന പ്രത്യേകത, സവിശേഷത എന്ന് പറയുന്നത്. പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരരും രചനകളെല്ലാം നടത്തിയിരുന്നത്. ഗദ്യ സാഹിത്യത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയുണ്ടായി. In what ways will writings in regional languages and in prose forms become beneficial to society? Discuss in class. പ്രാദേശിക ഭാഷയിലും ഗദ്യരൂപത്തിലും രചനകൾ നടത്തുന്നത് സമൂഹത്തിന് എങ്ങനെയെല്ലാം പ്രയോജനകരമാകുമെന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. Dante, the renowned author of the Divine Comedy, was a prominent literary figure during the Renaissance period. The poem's theme revolves around Dante's imagined pilgrimage through hell, purgatory, and paradise. However, it also profoundly reflects human emotions, patriotism, fascination for natural phenomena, and the longing for a unified and independent Italy. Dante wrote the Divine Comedy in the regional language. ഈ നവോത്ഥാന കാലത്തെ മറ്റൊരു ശ്രദ്ധേയനായ സാഹിത്യകാരനായിരുന്നു ഡാന്റെ. അദ്ദേഹത്തിൻ്റെ ഡിവൈൻ കോമഡി എന്നുള്ള കവിതയിലെ പ്രമേയം എന്ന് പറയുന്നത് ഒരു തീർത്ഥാടനമാണ്. അതായത് നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയൊക്കെയുള്ള ഒരു സാങ്കല്പികമായ ഒരു തീർത്ഥാടനമാണ് അതിലെ പ്രമേയം. പക്ഷേ അതിൽ മറ്റു കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വതന്ത്രവും ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവയെല്ലാം ഈ കവിതയിൽ ശക്തമായി പ്രതിഫലിക്കുന്നുമുണ്ട്. ഇദ്ദേഹം ഇത് രചിച്ചിരിക്കുന്നത് ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. Another world-renowned writer, Petrarch, was a leading exponent of humanism. His sonnets addressing Laura reflected a bold and unique style. However, Petrarch remained committed to writing in Latin. Another notable Renaissance writer was Boccaccio, the author of the celebrated work The Decameron. മറ്റൊരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായിരുന്നു പെട്രാർക്ക്. ഹ്യൂമാനിസത്തിൻ്റെ പ്രധാന പ്രചാരകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലുള്ളതുമായിരുന്നു. എന്നാലോ ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാനൊന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല. പിന്നെ ഈ റിനൈസൻസ് പീരീഡിലെ നവോത്ഥാന കാലത്തെ മറ്റൊരു വിശ്വപ്രസിദ്ധ രചയിതാവായിരുന്നു ബൊക്കാച്ചിയോ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ കൃതിയാണ് ഡെക്കാമറൺ. നെക്സ്റ്റ് പാരാ. Niccolo Machiavelli's work, The Prince, presents political thoughts. He believed that a ruler's paramount responsibility is to maintain the authority and security of the state. He also believed that individuals are generally selfish, driven by a desire for power and
material prosperity. He advocated that a head of state should remain impartial and avoid showing favoritism or obligation to specific groups among the subjects. In The Prince, Machiavelli portrays an administrator who is different from the traditional medieval feudal administrators. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാന രചയിതാവായിരുന്നു മാക്കിവെല്ലി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഗ്രന്ഥമാണ് ദി പ്രിൻസ്. ഈ കൃതിയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് രാഷ്ട്രീയ ചിന്തകളാണ്. താൻ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ സുപ്രധാന കടമയായിട്ട് അദ്ദേഹം കരുതി. ജനങ്ങൾ പൊതുവെ സ്വാർത്ഥരും അധികാരത്തോടും ഭൗതിക അഭിവൃദ്ധിയോടും താല്പര്യമുള്ളവരുമാണ്. അതിനാൽ രാജ്യത്തിൻ്റെ തലവൻ ഒരിക്കലും തൻ്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നു. മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയാണ് മാക്കിവെല്ലി തൻ്റെ ദി പ്രിൻസിൽ അവതരിപ്പിക്കുന്നത്. അപ്പം മാക്കിവെല്ലിയും റിനൈസൻസ് പീരീഡിലെ ഒരു പ്രശസ്തനായ രചയിതാവായിരുന്നു. നെക്സ്റ്റ് പേജ് രാജാവിനെ കുറിച്ച് മാക്കിവെല്ലിയുടെ ഒരു കാഴ്ചപ്പാടാണ്. വായിക്കാം. Every prince ought to desire to aim the reputation of being merciful and not be cruel. At the same time, he should also be careful that no one else misuses that mercy. A prince, therefore, should not care for the ill repute of being cruel while ensuring solidarity and loyalty among the subjects. Machiavelli's perspective about a king is given above. Based on this, discuss the ideas put forward by Machiavelli about monarchy. Examine to what extent humanism is reflected in this. രാജാവിനെ കുറിച്ചുള്ള മാക്കിവെല്ലിയുടെ ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഓരോ രാജാവും ക്രൂരതയില്ലാത്ത കരുണാർദ്രൻ എന്ന സൽപ്പേര് ആഗ്രഹിക്കണം. അതേസമയം ആ കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിക്കണം. അതിനാൽ തൻ്റെ ജനങ്ങൾക്കിടയിൽ ഐക്യവും വിശ്വസ്തതയും നിലനിർത്തുന്നതിന് വേണ്ടി ക്രൂരൻ എന്ന പേര് കേൾക്കേണ്ടി വന്നാലും അതൊരു രാജാവ് വകവയ്ക്കേണ്ടതില്ല എന്നാണ് രാജാവിനെ കുറിച്ചുള്ള മാക്കിവെല്ലിയുടെ അഭിപ്രായം. ഇതിനടിസ്ഥാനമാക്കി രാജവാഴ്ചയെ സംബന്ധിച്ച് മാക്കിവെല്ലി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്യുക. ഇതിൽ ഹ്യൂമാനിസം അഥവാ മാനവികത എത്രത്തോളം പ്രതിഫലിക്കുന്നു എന്ന് കണ്ടെത്തുക. During the Italian Renaissance, several women recognized the significance of humanism. Among them, the most notable was the humanist and writer Cassandra Fedele. She earned a name through her writings and speeches, emphasizing the importance of providing higher education to women. Fedele maintained a lively correspondence with the wealthy Italian lords who championed humanism. Her speeches and writings were printed, published and popularized by several prominent publishing houses. ഹ്യൂമാനിസത്തിൻ്റെ പ്രാധാന്യം, മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഈ കാലത്ത് ഉണ്ടായിരുന്നു. ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനിയായിരുന്നു എഴുത്തുകാരിയും ഈ ഹ്യൂമാനിസത്തിൻ്റെ വക്താവുമായിരുന്ന കസാന്ദ്ര ഫെഡലെ. തൻ്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രശസ്തയായ കസാന്ദ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇറ്റലിയിലെ മാനവികതാവാദികളായ, അതായത് ഹ്യൂമാനിസത്തിൻ്റെ വക്താക്കളായ പ്രഭുക്കളുമായിട്ട് കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയ അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു. In due course, the influence of Renaissance extended beyond Italy, impacting the literature of other countries. Consequently, numerous remarkable works were produced in other parts of the world. Let us take a look at some of them. പിൽക്കാലത്ത് റിനൈസൻസ് ഇറ്റലിയിൽ നിന്നും, അതായത് നവോത്ഥാനം ഇറ്റലിയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലെ സാഹിത്യത്തിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. അവിടങ്ങളിൽ നിരവധി കൃതികളൊക്കെ രചിക്കപ്പെട്ടു. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ഓതർ ഇറാസ്മസ്, അദ്ദേഹത്തിൻ്റെ വർക്ക് ഇൻ പ്രൈസ് ഓഫ് ഫോളി, രാജ്യം നെതർലാൻഡ്. അടുത്തത് ജോഫ്രി ചോസർ, അദ്ദേഹത്തിൻ്റെ കൃതി കാൻറ്റർബറി ടെയിൽസ്, കൺട്രി ഇംഗ്ലണ്ട്. തോമസ് മോർ, അദ്ദേഹത്തിൻ്റെ വർക്ക് ഉട്ടോപ്പിയ,
കൺട്രി ഇംഗ്ലണ്ട്. മിഖുൽ ഡെ സെർവാന്തെ, അദ്ദേഹത്തിൻ്റെ വർക്ക് ഡോൺ കിഹോട്ട്, കൺട്രി സ്പെയിൻ. ഫ്രാൻസോ റോബലെ, വർക്ക് ഗാർഗൻറ്റുവ പാൻറ്റഗ്രൂൽ, കൺട്രി ഫ്രാൻസ്. Printing played a significant role in popularizing literature during the Renaissance period. Johannes Gutenberg established the first printing press in Europe. The printing machine, which was set up in the 15th century, was made of metal and was of movable type. What could have been the influence of the printing press on the society of that period? നവോത്ഥാന കാലത്തെ സാഹിത്യരചനകളെ ജനകീയമാക്കുന്നതിൽ അച്ചടി എന്ന് പറയുന്ന സുപ്രധാന പങ്ക് വഹിച്ചു. യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജൊഹാനസ് ഗുട്ടൻബർഗ് ആയിരുന്നു. 15ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാലയിലെ അച്ചടി യന്ത്രം ലോഹം കൊണ്ട് നിർമ്മിച്ചതും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു. ഈ അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം അന്നത്തെ സമൂഹത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ടാകാം, എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ആക്കിയിട്ടുണ്ടാവാം. ഡിസ്ക്രിമിനേഷൻ ഓഫ് നോളജ്, അറിവിൻ്റെ വ്യാപനം. അറിവൊക്കെ ഒരുപാട് അറിവുകൾ ഇങ്ങനെ വ്യാപിച്ചു അല്ലേ, എല്ലാവർക്കും തന്നെ നോളജുകളൊക്കെ കിട്ടിത്തുടങ്ങി. പിന്നെയോ പ്രോഗ്രസ് ഇൻ ലിറ്ററസി, സാക്ഷരതയിലുണ്ടായ പുരോഗതി. സാക്ഷരത, എല്ലാവരും തന്നെ എഴുതുവാനും വായിക്കുവാനൊക്കെ പഠിച്ചു തുടങ്ങി. പിന്നെ എന്താ എഴുതാം, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് എന്താണ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക പരിവർത്തനം. അതായത് ഒരു സംസ്കാരത്തിൻ്റെ രീതികൾ അടുത്ത സംസ്കാരത്തിൻ്റെ രീതികൾ, അങ്ങനെ ഈ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. പിന്നെ എന്താണ് അക്സലറേറ്റിംഗ് ദി സ്പ്രെഡ് ഓഫ് ഐഡിയാസ്. അതായത് പല ഐഡിയാസൊക്കെ അങ്ങനെ വ്യാപകമായിട്ട് പ്രചരിച്ചു തുടങ്ങി. അപ്പോൾ എന്തൊക്കെയാണ് ഈ അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം സമൂഹത്തെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഡിസെമിനേഷൻ ഓഫ് നോളജ്, പ്രോഗ്രസ് ഇൻ ലിറ്ററസി, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, accelerating the spread of ideas. With the invention of the printing press, people started reading literary works extensively. പിന്നെ എന്തൊക്കെയാണ്? അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി സാഹിത്യകൃതികളും മറ്റു ഗ്രന്ഥങ്ങളുമൊക്കെ ജനങ്ങൾ ഇങ്ങനെ വ്യാപകമായിട്ട് വായിക്കാൻ തുടങ്ങി. ഒരു ക്വസ്റ്റ്യനാണ്, പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദി ടോപ്പിക് ഹ്യൂമാനിസം ആൻഡ് റിനൈസൻസ് ലിറ്ററേച്ചർ. അതായത് ഹ്യൂമാനിസത്തെക്കുറിച്ചും റിനൈസൻസ് പീരീഡിലെ സാഹിത്യത്തെക്കുറിച്ചും ഒരു ഉപന്യാസം തയ്യാറാക്കുക. മാനവികതയും നവോത്ഥാനകാല സാഹിത്യവും എന്ന വിഷയത്തിലൊരു എസ്സേ തയ്യാറാക്കുക. നെക്സ്റ്റ്, റിനൈസൻസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി, നവോത്ഥാനവും ചരിത്രരചനയും. വേൾഡ് ഹിസ്റ്ററിയെ മൂന്നാക്കി തിരിച്ചിരിക്കുന്നു: ഏൻഷ്യൻ പീരിയഡ്, മിഡീവൽ പീരിയഡ്, മോഡേൺ പീരിയഡ്. World history has been categorized as illustrated above for the ease of learning. This classification divides history into three distinct periods: the ancient period spanning up to the 5th century CE, the medieval period extending from the 5th to the 15th century, and the modern period encompassing the era thereafter. This classification emerged during the Renaissance period. It was introduced by two Italian historians, Flavio Biondo and Leandro Bruni. Let us examine the significant changes that occurred in the historiography during this period. അതായത് ലോക ചരിത്രത്തെ വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? CE 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീന കാലമെന്നും, അതായത് ഏൻഷ്യൻ പീരീഡ് എന്നും, ഇതിനുശേഷം 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം മിഡീവൽ പീരീഡ് അഥവാ മധ്യകാലമെന്നും, 15ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലഘട്ടം, അതായത് മോഡേൺ പീരീഡായിട്ട് പരിഗണിക്കുന്നു. 15ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലമാണ് കേട്ടോ ആധുനിക കാലമായി പരിഗണിക്കുന്നത്. ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്, അതായത് ഈ റിനൈസൻസ് പീരീഡിലാണ് നിലവിൽ വന്നത്. ഇറ്റാലിയൻ ചരിത്രകാരരായ ഫ്ലാവിയോ ബിയാണ്ടോ, ലിയാൻഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. ഇക്കാലത്ത് ചരിത്രരചനയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. The transition from medieval Christian tradition to a secular life and thought was also reflected in the realm of historiography.
During the Middle Ages, the prevailing notion was that historical events were divinely ordained and the course of history was governed by supernatural powers. This perspective lost its relevance during the Renaissance period. Instead, human-centered explanations and interpretations gained recognition. Human life became the focus of historical narratives, superseding the chronicles of monks and biographies of priests. അതായത് മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്ര രചനയിലും പ്രതിഫലിച്ചു. ചരിത്ര സംഭവങ്ങൾ ദൈവ സൃഷ്ടിയാണെന്നും ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള അഥവാ സൂപ്പർ നാച്ചുറൽ പവർ ആണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ മധ്യകാലത്ത് മിഡീവൽ പീരീഡിൽ നിലനിന്നിരുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു. മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും പുരോഹിതരുടെ ജീവിത കഥകൾക്കും ഉപരിയായി മനുഷ്യജീവിതം ചരിത്ര രചനയുടെ കേന്ദ്രബിന്ദുവായി മാറി. എന്താണ് ക്രോണിക്കിൾ എന്ന് നോക്കാം. ക്രോണിക്കിൾസ്. Monarchs traditionally appointed court historians to record the events of their kingdoms. These historians documented the events during the reign of their patrons. Modern historians have labeled these texts as chronicles as they provide a continuous chronological account of events. ക്രോണിക്കിൾസ് അഥവാ ദിനവൃത്താന്തം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാരം ചരിത്രകാരന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരന്മാർ ക്രോണിക്കിൾസ് അഥവാ ദിനവൃത്താന്തങ്ങളെന്ന് വിളിച്ചു. കാരണം എന്താണ്? അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു. അതായത് സംഭവം അടുത്ത സംഭവം അങ്ങനെ തുടർച്ചയായിട്ടുള്ള കാലാനുക്രമ വിവരണം നൽകുന്നത് കൊണ്ടാണ് ദിനവൃത്താന്തം അഥവാ ക്രോണിക്കിൾസ് എന്ന് ഇവ അറിയപ്പെട്ടത്. Another significant development in historiography during the Renaissance was the growing importance of archaeological evidence and relics. Thus, historians began to place greater emphasis on evidence such as inscriptions, coins, and ancient manuscripts in their narratives. Furthermore, efforts to collect and preserve ancient manuscripts intensified. അതായത് പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്ര രചനയിൽ സുപ്രധാനമായ സ്ഥാനം ലഭിച്ചു. ഈ റിനസൻസ് പീരീഡിൽ നവോത്ഥാന കാലത്ത് ചരിത്രരചനയിൽ ഇവയ്ക്കൊക്കെ സുപ്രധാനമായൊരു സ്ഥാനം ലഭിച്ചു. തൽഫലമായിട്ട് ഹിസ്റ്റോറിയൻസ് അതായത് ചരിത്രകാരന്മാരെ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്ത് പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്രരചനയിൽ സവിശേഷ സ്ഥാനം നൽകി. പ്രാചീന കയ്യെഴുത്ത് പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി. With the emergence of humanism, critical thinking gained significance in history. Scientific inquiry and studies replaced stories and myths. The contributions of Machiavelli to Renaissance historiography are noteworthy. ഹ്യൂമാനിസത്തിൻ്റെ മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിൽ വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണവും പഠനങ്ങളും ഒക്കെ കൈയടക്കി മാക്കിവെല്ലിയും നവോത്ഥാനകാല ചരിത്രരചനയെ സമ്പന്നമാക്കി. Elucidate the role of Renaissance in making historiography scientific. അതായത് ചരിത്രരചനയെ ശാസ്ത്രീയമാക്കുന്നതിൽ റിനൈസൻസ് പീരീഡ് അഥവാ നവോത്ഥാനം വഹിച്ച പങ്ക് എന്തെന്ന് വ്യക്തമാക്കും. അടുത്തത് റിനൈസൻസ് ആൻഡ് സയൻസ്, നവോത്ഥാനവും ശാസ്ത്രവും. അത് അടുത്ത ക്ലാസ്സിലെടുക്കാം.